നമ്മൾ പാസ്ത ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. മോന് പെട്ടെന്നൊരാശ, അപ്പോൾ നമ്മൾ പാസ്ത ഉണ്ടാക്കാമെന്ന് ഓർത്തു. ഇതേ കണ്ടോ, ഇവിടെ പാസ്ത വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനപ്പോൾ മറ്റൊരു അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ബട്ടർ ആട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ബട്ടർ കുറവുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, പാസ്ത നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള വാട്ടർ ഒന്ന് ഡ്രെയിൻ ചെയ്ത് എടുക്കാം. കണ്ടോ, ഞാൻ നന്നായിട്ട് പാസ്ത ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ നമ്മുടെ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. കണ്ടോ, നമുക്ക് സവാള, ഇഞ്ചി, പച്ചമുളക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, സവാളയൊക്കെ നന്നായിട്ട് സോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സോസുകൾ യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കുന്ന റെസിപ്പി ആയതുകൊണ്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യും. അതിനുശേഷം പിസ്ത ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ലാസ്റ്റ് കുരുമുളക് പൊടിയും ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കാം. ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ പ്രൊസീജിയർ. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് കിടക്കാം. കണ്ടോ, ആദ്യം നമുക്ക് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് റെഡ് ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. സോസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ആദ്യം ഒരു ഇത്തിരി ഇട്ട് നോക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാമെന്ന്. നല്ല റെഡ് കളറായിട്ട് വരുന്നുണ്ട്. എൻ്റെ ക്യാമറ അത്ര പോരാ കേട്ടോ, അതുകൊണ്ട് അത്ര ആ റെഡിഷ്നെസ് അത്ര അങ്ങോട്ട് ഈ ക്യാമറയിൽ വരുന്നില്ല. നല്ല റെഡ് കളറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പാസ്ത ആഡ് ചെയ്ത് കൊടുത്തായിരുന്നേ. കണ്ടോ, ഞാൻ എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു. ഇത് ഞാനൊരു എന്താ പറയുക, ഇച്ചിരി ഡ്രൈ ആയിട്ടാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ഗ്രേവി പോലെയൊക്കെ വേണമെന്നുള്ളവർക്ക് കോൺഫ്ലവർ ജസ്റ്റ് വെള്ളത്തിലൊന്ന് സോൾവ് ചെയ്തിട്ട് നമുക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഡ്രൈ ആയിട്ട് ടൊമാറ്റോ സോസ് എനിക്ക് കുറച്ചും കൂടി വേണമെന്ന് തോന്നുന്നു. ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്തേക്കുന്നേ. കണ്ടോ, നമുക്ക് ലാസ്റ്റ് കുരുമുളക് പൊടി, പിന്നെ സെലറി ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്നായതുകൊണ്ട് ഒന്നുമില്ല, ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് ചെയ്താൽ കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. എന്താ, കുരുമുളക് പൊടി ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു.